ഏറ്റവും അവസാനത്തെ 3-4 റൗണ്ടുകൾ എന്നുള്ളത് ഒന്ന് നിലമ്പൂർ നഗരസഭയാണ്, മറ്റൊന്ന് അമരമ്പലമാണ്, മറ്റൊന്ന് കരുളായിയാണ്. ഇവിടെയൊക്കെ വരുമ്പോഴേക്കാണ് ആദ്യത്തെ ചില പുറകോട്ട് പോക്ക് LDF സംവിധാനത്തിൽ ഉണ്ടായാൽ പോലും മുന്നോട്ട് വരാൻ, അതായത് അവസാന നിമിഷം വരെ കാത്തിരിക്കണം അല്ലെ. അവസാന നിമിഷം വരെ വലിയ ലീഡിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് പോയില്ല എന്നുണ്ടെങ്കിൽ അവസാന നിമിഷം വരെ LDF-ന് പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം ഈ ചുങ്കത്തറ കൊണ്ട് നമുക്ക് ഈ അൻവർ ഇഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിലും ഏകദേശം ഒരു ചിത്രമാവും തോന്നുന്നു. അതും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ ഇനിയിപ്പോ. അത് എനിക്ക് തോന്നുന്നു ചുങ്കത്തറ വരെ പോകണ്ട, വഴിക്കടവിൽ തന്നെ അത് പ്രകടമാവും. കാരണം വഴിക്കടവിൽ തന്നെ ആ തുടക്കം പ്രകടമാവുമെന്ന് വ്യക്തമാണ്. ഒരു കാര്യം, ഈ അമരമ്പലത്തിന്റെ ഫലം അറിയുന്നത് വരെ കാത്തിരിക്കേണ്ടി വരുമോ ഈ തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ നിലമ്പൂരിന്റെ പുതിയ ജനപ്രതിനിധി ആര് എന്ന കാര്യത്തിൽ കാത്തിരിക്കേണ്ടി വരുമോ എന്ന് സംശയകരമാണ്. കാരണം ട്രെൻഡ് ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ പ്രകടമാണ്, അങ്ങനെയെങ്കിൽ അത് മുന്നോട്ട് പോകും. അതേസമയം ഇടതുപക്ഷത്തിന് വിജയിക്കണമെങ്കിൽ അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും. കാരണം അവസാനത്തെ ഫലങ്ങൾ, അവസാന പഞ്ചായത്തുകൾ വരെ അവരെ സംബന്ധിച്ച് നിർണായകമാണ്. ഏതാണ്ട് ആദ്യത്തെ 12 റൗണ്ടുകൾ എണ്ണിത്തീരുമ്പോൾ ഒരു 10,000-15,000 വോട്ടുകളുടെ ഭൂരിപക്ഷം ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഇല്ല എങ്കിൽ അവസാനത്തെ 19ാം റൗണ്ട് വരെ പ്രതീക്ഷിക്കാം ഇടതുപക്ഷത്തിന്. അവരുടെ സ്വാധീനമുള്ള പഞ്ചായത്തുകളിലേക്ക്, നഗരസഭകളിലേക്ക്, ബൂത്തുകളിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഒരു വല്ലാത്തൊരു ടൈറ്റ് ക്ലോസ് ഫൈറ്റ് അല്ലെങ്കിൽ റിസൾട്ട് എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകാം. സൈത്ത് അങ്ങനെ തന്നെ ഉണ്ടാവും. 14 റൗണ്ടോട് കൂടി ചിത്രം വ്യക്തം അല്ലെ. 19 റൗണ്ട്, ഒരു 14 റൗണ്ടോട് കൂടി നമുക്ക് പിടിക്കാം ഏകദേശം. ഇതിൽ ശ്രദ്ധേയമാവുന്ന കാര്യം, ആദ്യ റൗണ്ടിൽ പ്രകടമാവുന്ന 2 ഫാക്ടറുകളാണ്. അവിടെ എൻ്റെ ഒരു വിലയിരുത്തൽ, ആദ്യ റൗണ്ടിൽ തന്നെ ആ സൂചനകൾ പുറത്തു വരും. ഒന്ന് ആദ്യ റൗണ്ട് അല്ലെ രണ്ടാമത്തെ റൗണ്ടിൽ തന്നെ അത് പ്രകടമാവും. 2 ഫാക്ടറുകൾ. ഒന്ന്, ആര്യാടൻ ഷൗക്കത്തിനും UDF-നും അനുകൂലമായ ഒരു ട്രെൻഡ് പൊതുവിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായോ എന്നത് വഴിക്കടവിൽ തന്നെ പ്രകടമാവാൻ സാധ്യതയുണ്ട്. ആദ്യ 2 റൗണ്ടുകൾ തന്നെ അത് പ്രകടമാവും. രണ്ടാമത്തെ കാര്യം, അൻവർ ഫാക്ടർ വർക്ക് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് ആദ്യ 2 റൗണ്ടുകളിലും പ്രകടമാവുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യമുണ്ട്. അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. അൻവർ ഫാക്ടർ കൂടുതലായി വർക്ക് ചെയ്തെങ്കിൽ അതൊരു സസ്പെൻസിലേക്ക് കൗണ്ടിങ്ങിനെ കൊണ്ടുപോവുകയും ഒടുവിൽ അത് ഏതു തരത്തിലേക്ക് ഫലം എത്തിക്കും എന്ന ആകാംക്ഷ കൂടുതലായി നിൽക്കുകയും ചെയ്യും. അതേസമയം ആദ്യ 2 റൗണ്ടുകളിൽ UDF-ന് അനുകൂലമായ ഒരു വലിയ, രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ, ഒരു ഭൂരിപക്ഷത്തിലേക്കാണ് വരുന്നതെങ്കിൽ സംശയിക്കേണ്ടതില്ല. പൊതുവിൽ വിലയിരുത്തപ്പെട്ടതുപോലെ ആര്യാടൻ ഷൗക്കത്തിന് തന്നെ, UDF-ന് തന്നെ ഈ മണ്ഡലം എന്ന തരത്തിലേക്ക് നമുക്ക് വിധിയെഴുതാം. വലിയ ഭൂരിപക്ഷം ആദ്യത്തെ റൗണ്ടുകൾ എണ്ണി തീരുമ്പോൾ, കുറഞ്ഞത് 7 റൗണ്ടുകൾ എണ്ണുമ്പോൾ ഒരു 10,000-ന് മുകളിലേക്ക് ഭൂരിപക്ഷം ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് LDF-ന് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. അവസാനത്തെ റൗണ്ട് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഒക്കെ ഒരുപാട് പ്രതീക്ഷകൾ, ഭയങ്കര വലിയ അവകാശവാദങ്ങളൊക്കെ വന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഈ 75,000 എന്നുള്ള അൻവറിന്റെ 1500 എന്തായാലും UDF, ഒരു 5000+ ഒക്കെ ഭൂരിപക്ഷം എന്നുള്ള രീതിയിലാണ് LDF നിൽക്കുകയും ചെയ്യുന്നത്. ഈ പറഞ്ഞമാതിരി 1-2 റൗണ്ടിലൊക്കെ കാര്യങ്ങൾ ഏകദേശം വ്യക്തമാകുകയാണെങ്കിൽ ഈ അവകാശവാദങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. എനിക്കത് CV അനുമോദ് കൂടി നമുക്ക് ഒപ്പം ഉണ്ട്. അനുമോദ് ഉറ്റുനോക്കുന്നു, ഇത്രയും വലിയ റെക്കോർഡ് ഒരു പോളിംഗിലേക്ക് പോലും കടന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്ന നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് 3 മുന്നണികൾക്കും ഏറെ നിർണായകമായിട്ടുള്ള ഒരു ഫലത്തിലേക്ക് കടക്കുമ്പോൾ എപ്പോഴത്തേക്ക് നമുക്ക് ആദ്യ ഫല സൂചനകൾ വരും? ഏകദേശം ചിത്രം നമുക്ക് ഏത് റൗണ്ട് കഴിയുമ്പോഴേക്കും വ്യക്തമാകും? അപർണ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, നിലമ്പൂരിലെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് 3 മുന്നണികൾക്ക് പുറമെ PV അൻവർ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കൂടി അയാളുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്നത് നിർണായകമായ ഒന്നാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെയാണ് കൗണ്ടിംഗ് നടക്കാൻ പോകുന്നത്. 7:30-യോടെ സ്ട്രോങ് റൂമുകൾ പൊളിച്ച് ബൂത്തുകളിലെ മെഷീൻസ് കൗണ്ടിംഗ് സെൻറ്ററിലേക്ക് മാറ്റുന്നു. 8 മണിയോടെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങുന്നു. അതിനുശേഷം 8:30-യോടെ ആയിരിക്കും EV ബാലറ്റുകൾ എണ്ണാനുള്ള നടപടികൾ ആരംഭിക്കുക. 9 മണിയോടെ നമുക്ക് ആദ്യഘട്ടത്തിലുള്ള സൂചനകൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ ആദ്യത്തെ റൗണ്ടിൽ വരുന്നത് വഴിക്കടവ് പഞ്ചായത്താണ്. വഴിക്കടവിലെ 46 ബൂത്തുകളിലെ 42 ബൂത്തുകളിലെ ഫലം ആദ്യ റൗണ്ടോടെ ഏകദേശം മനസ്സിലാകുന്നു. 3 റൗണ്ട് തീരുമ്പോഴേക്കും മനസ്സിലാവുന്നു. ഇതിലേറ്റവും പ്രധാനം, നേരത്തെ രഞ്ജിത്തൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ റൗണ്ടുകളിൽ വരുന്ന സൂചനകൾ തന്നെയാണ്. വഴിക്കടവ്, മൂത്തേടം, എടക്കര പഞ്ചായത്തുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം അത് കൃത്യമായിട്ട് വ്യക്തമാക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, UDF ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന പഞ്ചായത്തുകളാണ് ഇത് 3. ഇവിടെ അൻവറിൻ്റെ എഫക്റ്റ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് LDF-ൻ്റെ പ്രതീക്ഷകളെ സ്വാധീനിക്കുന്ന ഒരേ ഒരു കാര്യം.
വഴിക്കടവിലും മൂത്തയിടത്തും ഇടക്കരയിലുമായിട്ട് UDF-ന് ഒരു 10,000-ന് മുകളിലോ 8,000-ന് മുകളിലോ ലീഡ് നേടാൻ കഴിഞ്ഞാൽ LDF-ന് പിന്നെ അത് തിരിച്ചു പിടിക്കുക അത്ര എളുപ്പമാകില്ല. കാരണം പോത്തുകല്ലാവട്ടെ നഗരസഭ, പോത്തുകല്ലിൽ ഒരു 1,500 വോട്ടുകളാണ് പരമാവധി, 1000 വോട്ടുകളാണ് LDF പ്രതീക്ഷിക്കുന്നത്. നഗരസഭയിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുമെന്നാണ് കണക്ക്. കരുളായിലും അമരമ്പലത്തിലും കൂടി അവർ 4,500, 5,000 വോട്ടുകളാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ വഴിക്കടവിലും മൂത്തയിടത്തും ഇടക്കരയിലുമായിട്ട്, പിന്നീട് ചുങ്കത്തറയിലേക്ക് വരുമ്പോൾ ചുങ്കത്തറയിലും UDF-ന് പ്രതീക്ഷയുള്ള പഞ്ചായത്താണ്. ഇവിടെയെല്ലാം ചേർത്ത് 10,000-ന് മുകളിലേക്ക് UDF-ന് ലീഡ് നേടാൻ കഴിഞ്ഞാൽ മറ്റ് അവസാന റൗണ്ടിൽ LDF-ന് മറികടക്കുക എളുപ്പമാവില്ല. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ആദ്യം വഴിക്കടവ് വളരെ പ്രധാനം തന്നെയാണ് അനുമോദ്. ആദ്യത്തെ 7 റൗണ്ടാണ് അനുമോദ് പറഞ്ഞ ഈ കണക്കുകളിലേക്ക്. അതായത് വഴിക്കടവ്, എന്താണ് മൂത്തേടം, ഒപ്പം എടക്കര മൊത്തം 27 ബൂത്തുകളാണ്. പോത്തുകല്ലിന്റെ 7ാമത്തെ റൗണ്ട്. അതെ രഞ്ജിത്ത്, എനിക്ക് തോന്നുന്നു അനുമോദ് ഒരു കാര്യത്തിൽ ഒരു വ്യക്തത തരണം. അതായത് എന്തുകൊണ്ടാണ് PV അൻവർ ഇന്നലെ രാത്രിയിൽ ഇത്തരം ചില ഒരു വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയത്? അതായത് അൻവറിന്റെ അവകാശവാദം UDF-ൽ തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന ചില വോട്ടുകളിൽ ഒരു ഭാഗം 10,000-ഓളം വോട്ട് സ്വരാജിന് അനുകൂലമായി പോൾ ചെയ്തു എന്നൊരു പ്രഖ്യാപനമൊക്കെ ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവസാന റൗണ്ടിൽ അൻവർ ഈ നീക്കം നടത്തിയതിന്റെ കാര്യം എന്താണ്? ആരും പ്രതീക്ഷിക്കാത്ത ചില അടിയൊഴുക്കുകൾ ഈ മണ്ഡലത്തിൽ ഉണ്ടായി എന്നതിന്റെ സൂചനയാണോ അത്? അൻവർ കണക്കാക്കിയ വോട്ടുകൾ പലതും ലഭിച്ചിട്ടില്ല എന്ന സൂചന അൻവറിന് ലഭിച്ചിട്ടുണ്ട്. അതായത് അൻവർ വഴിക്കടവിലും പോത്തുകല്ലിലും കരുളായിലും അമരമ്പലത്തും ഇവിടെയെല്ലാം തന്നെ വോട്ട് പരമാവധി അനുകൂലമായി പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെ LDF-ന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളെ കരുളായിലും അമരമ്പലത്തും അൻവറിന് വിചാരിച്ച വോട്ടുകൾ അൻവറിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ താൻ ഉദ്ദേശിച്ച വോട്ടുകൾ എത്തില്ല എന്ന ധാരണയിൽ അതിൻ്റെ ഒരു മുൻകൂർ ജാമ്യം എന്ന തരത്തിൽ തന്നെയാകാം അൻവർ ഇത്തരത്തിലൊരു 10,000 വോട്ടുകൾ സ്വരാജിന് ക്രോസ് വോട്ടായി പോയിട്ടുണ്ട് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. LDF-നെ സംബന്ധിച്ച് അവരുടെ വോട്ട് കൃത്യമായിട്ട് അവർ പോൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് അൻവറിന് അധികം ഒന്നും ലഭിക്കില്ല. പാർട്ടിയുടെ CPM-ന്റെ കണക്കിൽ അൻവറിന് 6,000-ൽ താഴെ വോട്ടുകൾ മാത്രമാണ് പാർട്ടിയുടെ ഭാഗമായിട്ട് ലഭിക്കുക, പാർട്ടിയിൽ നിന്ന് ലഭിക്കുക. അപ്പോൾ അൻവർ പ്രതീക്ഷിച്ച വോട്ടുകൾ LDF-ൽ നിന്നും കിട്ടിയിട്ടില്ല എന്ന കൃത്യമായ ഒരു ധാരണ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചന അൻവറിന് ലഭിച്ചിട്ടുണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാകാം ഇത്തരൊരു ക്രോസ് വോട്ട് നടന്നിട്ടുണ്ടെന്നൊരു മുൻകൂർ ജാമ്യം അൻവർ സ്വീകരിക്കുന്നത്. കാരണം 75,000 വോട്ട് നേടുമെന്നൊക്കെയാണ് അൻവർ പ്രവചിച്ചിരുന്നത്. അൻവറിൻ്റെ ഒപ്പമുള്ളവർ തന്നെ അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നില്ല. അവർ തന്നെ ഒരു 15,000-നും 25,000-ത്തിനിടയിൽ വോട്ട് അൻവർ നേടും എന്നൊരു കണക്കാണ് പ്രതീക്ഷ വയ്ക്കുന്നത്. ഒരുപക്ഷെ അതിലും താഴേക്ക് പോകാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാകാം ഇത്തരത്തിലൊരു ക്രോസ് വോട്ട് എന്ന ഒരു മുൻകൂർ ജാമ്യം അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തുതന്നെയാണെങ്കിലും അൻവർ നേടുന്ന വോട്ടുകൾ ഇപ്പോഴും നിർണായകമാണ്. അൻവർ നേടുന്ന വോട്ടുകൾ തന്നെയാണ് വോട്ട് എണ്ണി തുടങ്ങുന്ന ചുങ്കത്തറ അൻവറിനെ സംബന്ധിച്ചിടത്തോളം എത്ര നിർണായകമായിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയല്ലേ. സ്വാഭാവികമായിട്ടും ഈ ചുങ്കത്തറയിൽ നിന്ന് വരുന്ന റിസൾട്ട് അടക്കം ഈ അൻവർ ഇഫക്റ്റ് നിൽക്കുമോ പോകുമോ തീർന്നോ എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു കൃത്യമായിട്ട് സൂചന ഉണ്ടാകും.